ഹലോ, നമുക്ക് ക്യാരി ഫെസ്റ്റിന് പോയാലോ? ക്യാരി ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബഹാമാസ്, ബാർബഡോസ്, ക്യൂബ, ജമൈക്ക, ഡൊമിനിക്ക, പിന്നെ ഒരു 8-10 കടിച്ചാൽ പൊട്ടാത്ത കരീബിയൻ കൺട്രീസിലെ ആൾക്കാർ ചേർന്ന് നടത്തുന്ന ഒരു ഫെസ്റ്റിവലാണ് കേട്ടോ. വർഷത്തിൽ ഒരിക്കലായിട്ടുള്ളത്. ഇത് സംഭവം അടിപൊളിയായിരുന്നു. തുടക്കം തന്നെ ദേ ഈ ഒരു അമ്മച്ചിയുടെ പാട്ടിലാണ് തുടങ്ങിയത്. ആഹാ, എന്താ ഒരു ശ്രുതി! അത് കേട്ട് കാവടി തുള്ളാൻ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. തെക്ക് വടക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്. ഇവൻ എന്താ കൊക്കാണോ? ചിലതൊക്കെ കണ്ടിട്ട് നമുക്ക് ചിരി വരും കേട്ടോ. ഇവന് കിളി മൊത്തം പോയിരിക്കുന്നതാണ് തോന്നുന്നത്. ഇവൻ ആകെ വിസിലൊക്കെ അടിച്ച് ആകെ കിളി പറന്ന് അവിടെയൊക്കെ നടപ്പുണ്ടായിരുന്നു. പിന്നെ ഡി ജെ ഒക്കെ ആണെങ്കിലും അടിപൊളി ബേസ് സോങ് ഒക്കെ ഇട്ട് അവർ പ്രോഗ്രാം ഭയങ്കരമായിട്ട് കളറാക്കിയിട്ടുണ്ട്. അതേ, നീയല്ലടെ വിസിലടിച്ചോണ്ട് നീ സ്റ്റേജിലും കയറിയോ? ആഹാ, അടിപൊളി. പിന്നെ ഇവർ ഭയങ്കരമായിട്ട് നന്നായിട്ട് ചില്ല് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പാട്ടിനൊക്കെ. ഇവിടെ ഒരു ചേച്ചി തറച്ചക്രം പോലെ നിന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. കൂടെ നിന്നൊരു ചേച്ചിയാണെങ്കിൽ ബോട്ടിന് ചുറ്റും മൂൺ വാക്കൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. സോ ലൈക്ക് വീൽ വാക്ക്. പിന്നെ ഇവിടെയാണെങ്കിൽ ഈ പ്രായഭേദമന്യാണ് ആൾക്കാർ ഈ ഫെസ്റ്റിന് വന്നത്. പിന്നെ പല എത്നിസിറ്റിയിലുള്ള ആൾക്കാരും ഇവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ വൻ ഡാൻസ് ആയിരുന്നു കേട്ടോ. ഈ പാട്ടിനനുസരിച്ച് അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ജഡ്ജ് ചെയ്യാനൊന്നും ഇവിടെ ആരുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ അമ്മച്ചിക്ക് എന്തായാലും ഒരു ഷഷ്ടി പൂത്തെങ്കിലും ആവും. അവരിരുന്ന് എൻജോയ് ചെയ്യുമായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ ആകെ അറിയാമെന്നുള്ളൊരു പാട്ട് ഈ പാട്ടായിരുന്നു. ബാക്കി ഒരുപാട് പാട്ട് കേട്ടിട്ട് ബ്ലിങ്കസി അടിച്ച് ഞാൻ നിൽപ്പുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ നമ്മൾ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് ആൾക്കാരുടെ പെർമിഷനൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അല്ലാതെ ഒന്നും നമ്മൾ ഇവിടെ ഇങ്ങനെ എടുക്കാൻ പോകാറില്ല. അത് ശരിയല്ലല്ലോ. സോ അവരുടെ അടുത്തൊക്കെ പെർമിഷൻ എടുത്തിട്ടാണ് നമ്മൾ ഇവർ ചില്ല് ചെയ്യുന്ന വീഡിയോസൊക്കെ എടുക്കുന്നത്. ഇത് ഇവിടുത്തെ 2K ഫ്രീക്സ് ആണ് കേട്ടോ. അവരുടെ വൈബിങ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഭയങ്കര രസമായിരുന്നു. ഒരുപാട് ആൾക്കാർ ഡാൻസ് കളിക്കുന്നതും എൻജോയ് ചെയ്യുന്നതും ഒക്കെ. ഈ ചേട്ടനാണെങ്കിൽ ആ ബീറ്റിനനുസരിച്ച് കറക്റ്റായിട്ട് ഡാൻസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കാൻ. എന്തൊക്കെ പറഞ്ഞാലും യൂസൈൻ ബോൾട്ടിൻ്റെ നാട്ടുകാരാണല്ലോ ഇവർ. ഇവരുടെ എനർജി എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അമ്മേ ഒരു രക്ഷയില്ല. നമ്മളെക്കൊണ്ട് അത്രയും നേരം ഡാൻസ് കളിച്ച് നിൽക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈവൻ പ്രായമായവർ പോലും ഭയങ്കര എനർജിയിലാണ് ഇവരുടെ പെർഫോമൻസൊക്കെ. ഈ പാട്ടൊക്കെ ഭയങ്കര ഓളം തന്നെയായിരുന്നു കേട്ടോ. ഈ മതി മറന്ന ആൾക്കാർ ഡാൻസൊക്കെ കളിക്കുമെന്ന് പറയില്ലേ, സത്യത്തിൽ അതായിരുന്നു അവസ്ഥ. ഇതുവരെ കഴിഞ്ഞില്ലേ പെണ്ണെ, നീ നിർത്തിക്കോ.